ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 കേരള PSC ചോദിച്ചിരിക്കുന്ന ഭരണഘടന റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ആണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയട്ടെ. ലാസ്റ്റ് 2-3 വീഡിയോസ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്, നല്ല രീതിയിൽ കമന്റ് ചെയ്ത്, എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ അറിയാത്തതോടെ നോട്ട് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ അതുകൂടെ ചെയ്യണം, അല്ലാത്തൊരു ജസ്റ്റ് കേട്ടാലെങ്കിലും മതി. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 17-25 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം, ഇവയൊന്നുമല്ല. പലരും പറഞ്ഞിട്ട് ഓപ്ഷൻസ് വായിക്കേണ്ട, ചിലതിന്റെയൊക്കെ ഓപ്ഷൻസ് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് എന്നിട്ടുള്ളൊരു ഐഡിയ പറയാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങനെ പറയുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നോക്കാം. വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മൗലിക അവകാശങ്ങളിനകത്ത് ഉൾപ്പെടാത്തത് ഏത്? അതായത് 29, 30 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ബിയും സിയും എന്ന് പറയുന്നത്. അതായത് ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ളത്, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസം, അതായത് കൾച്ചറൽ ആണ് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നത് ആർട്ടിക്കിൾ 29 എന്ന് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 നമുക്ക് 21A പറയുന്നത്. അത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം? 86th ഭരണഘടനാ ഭേദഗതി പ്രകാരം ആണ് മാറ്റിയിരിക്കുന്നത്. ഇനിയും അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി ശ്രീലങ്കയാണ് ആൻസർ വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 51(4) രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 97. അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭാ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97. 51(4) പ്രകാരമാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി തീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ 2 ആർട്ടിക്കിൾസ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, പുതുതായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിർമ്മാണ സഭയിൽ ചർച്ചയാകാം. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത് 3ഉം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. അതായത് നിയമസഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഒരു നിർധനനായിരിക്കാൻ പാടില്ല. അത് ശരിയാണ്. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. എവിടെയാണ്? സഞ്ചിത നിധിയിൽ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം എങ്ങനെയാണ് നൽകുന്നത്? പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. എവിടെയാണ്? പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അടുത്തിലേക്ക് പോവാം. രാഷ്ട്രപതി നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരം
ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് വരുന്നത്, ശരിയായിട്ട് വരുന്നത്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ഇപ്പൊ ഗവർണർ അയക്കുന്ന എല്ലാ ബില്ലുകളും രാഷ്ട്രപതി അംഗീകാരം നൽകണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തുവാ ശരിയായ പ്രസ്താവന? ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പുനഃപരിശോധനയ്ക്ക് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടുത്തെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രം. നിർദ്ദേശക തത്വങ്ങൾ DPSP എവിടെ നിന്നിട്ടാണ് രൂപം കൊണ്ടത്? അയർലൻഡ്. സ്പീക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണോ ഉണ്ടായിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നിട്ടാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നിട്ടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓക്കെ, ഇവിടെ നമ്മൾക്ക് വരുന്നത് എത്രാമത്തേതാണ്? മന്ത്രിസഭയുടെ വലിപ്പവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി, 91ാമത്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആരാണ്? ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏതു രാജ്യത്തിൻ്റെതാണ്? മുബാറക് അൽ കബീർ, അത് നോട്ട് ചെയ്ത് വെക്കണേ. മുബാറക് അൽ കബീർ കുവൈറ്റിൻ്റെതാണ്. മുബാറക് അൽ കബീർ. അടുത്ത നമുക്ക് ഓൺലൈൻ ക്വസ്റ്റ്യൻ ആണ്. സോ ലോങ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. നോക്കാം. ഹൈക്കോടതികൾക്ക്, ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ അത് നമ്മൾ ഇവിടെ മാർക്കണം. ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതിയുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ട്. 91-ലെ 69ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്ര വർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആയതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 4 പോയിന്റുകളും നിങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് അറിയാത്ത പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് പഠിക്കുകയും വേണം. എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാര്യം കുറേയൊക്കെ ചോദ്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പൊ ഹൈക്കോടതിക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. അത് പുതിയൊരു ഫാക്ട് ആണ്. നമുക്ക് 226 എന്ന് പറഞ്ഞിരിക്കുന്നത് റിട്ടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് 226 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി എല്ലാ കോടതികളുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം 227. അപ്പൊ ആ നോട്ട് ചെയ്ത് വെക്കണം. ഹൈക്കോടതിയുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ട്. അതായത് യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് അധികാരം, അത് ഹൈക്കോടതിയുടെ അധികാര പരിധി യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? യെസ്, അതും പുതിയ പോയിന്റ് ആണ്. ഇനി ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് എത്രാമത്തെ ഭേദഗതിയാണ്? 69ാമത്തെ ഭേദഗതി. എത്രയാണ്? 69. 1991-ലെ 69ാം ഭേദഗതി. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം. ഇനി അത് കൂടാതെ ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് വന്നിരിക്കുന്നത് 239 ആണെന്ന കാര്യവും നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നു 226 പ്രകാരം ആണ് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ സുപ്രീം കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 124, ഹൈക്കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 214,
ഇനിയും യൂണിയൻ ടെറിട്ടറിയിലെ ഹൈക്കോടതിയെ പറ്റി പറയുന്നു 241. ഇത് മൂന്നും എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ആണെങ്കിൽ 124. ഈ 124 നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 214 എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം ഹൈക്കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി 241 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? യൂണിയൻ ടെറിട്ടറിയിലെ ഹൈക്കോടതികൾ അല്ലെങ്കിൽ അവയുടെ ഹൈക്കോടതികളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 3 ആർട്ടിക്കിൾസും പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് പുതുതായിട്ട് 227 വന്നിരിക്കുന്നത്. ആ 227 നമ്മൾ പഠിക്കണം. എന്താണ്? ബാക്കിയുള്ള കോടതികളുടെ മേൽനോട്ടത്തിനുള്ള അധികാരം ഹൈക്കോടതികൾക്ക് ഉണ്ടായിരിക്കും. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു 226. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു 32 പ്രകാരം ആണ്. ഇനിയും അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒറ്റ ചോദ്യത്തിൽ തന്നെ എത്ര പോയിന്റ്സുകളാണ് വന്നിരിക്കുന്നത്? ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കണം. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ്? ST കമ്മീഷനില്, നാഷണൽ ST കമ്മീഷനില് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ. ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. അടുത്തത് പണ ബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 108 പ്രകാരം ഓരോ പണ ബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കുന്നു. 111 പ്രകാരം പണ ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണ ബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നിരിക്കുന്നത്. ബി, സി, ഡി എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. ബിയും സിയും ഡിയും. അതായത് ഇവിടെ തന്നെ മണി ബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 111 പ്രകാരം മണി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഏതാണ്? മണി ബില്ല് അനുസരിച്ച് 111 പ്രകാരം മണി ബില്ല് രാഷ്ട്രപതിക്ക് അനുമതിക്ക് അയക്കേണ്ടതാണ്. അപ്പൊ മണി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയണം? 111 പറയണം. ഒരു ബില്ല് മണി ബില്ലാണെന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണ ബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പേ ഗവർണറുടെ കാര്യം പറഞ്ഞില്ലേ? അതുപോലെ തന്നെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം എവിടെ ഉൾപ്പെടുന്നുണ്ട്? മണി ബില്ലിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 108 എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആർട്ടിക്കിൾ 108 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ജോയിന്റ് സെഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 108. അതായത് സംയുക്ത സമ്മേളനത്തെ പറ്റിയിട്ടാണ് 108 പറഞ്ഞത്. അത് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നിട്ടാണ് കടം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം, നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ പുതിയ പോയിന്റുകളാണ്, സി ഒഴിച്ച് ബാക്കി എല്ലാം. അപ്പം നോക്കാം. 111 പ്രകാരം മണി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. യെസ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പണബില്ലാണ് അല്ലെങ്കിൽ മണി ബില്ലാണെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഏത് നിധിയിൽ നിന്നുള്ള കാര്യമാണ്? സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മണി ബില്ലൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസും ഒക്കെ ആയി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചോദിക്കുന്നതാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 110 എന്തിനെ പറ്റി പറയുന്നുണ്ട്? 110 അതാണ് ആക്ച്വലി മണി ബില്ലിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ പറ്റി പറയുന്നു. 112 എന്തിനെ പറ്റി പറയുന്നു? ബഡ്ജറ്റിനെ പറ്റി പറയുന്നു. 112 ആണെങ്കിൽ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നോ യൂണിയൻ ബഡ്ജറ്റ് എന്നോ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇപ്പൊ 110, 112, 111, 108 ഈ ആർട്ടിക്കിൾസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ആണ് ഏത്? തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ് തുങ്കൻ കമ്മിറ്റി? ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്താണ്? ദിനേശ് ഗോസ്വാമി അറിയത്തില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗം ആണല്ലോ. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നാണ് പറയുന്നത്.
അടുത്തത് ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗം ആണ്. അല്ല, ജീവനോപാധികൾ തേടുവാനുള്ള ഇത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അപ്പൊ ഇത് ഒരു പുതിയ പോയിന്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ സ്വകാര്യതയ്ക്കുള്ള അവകാശം നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം ആർട്ടിക്കിൾ 21 ആണ്. പുകവലി നിരോധിച്ചതും എല്ലാം ആ സ്വകാര്യതയുടെ അവകാശവുമായി ബന്ധപ്പെട്ടാണ്. പുട്ടുസ്വാമി കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാം. ഇപ്പൊ ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം. 1ഉം 2ഉം ശരി. ജീവനോപാധികൾ അത് നോട്ട് ചെയ്ത് വെക്കണേ. അതിനാണ് ഞാൻ ഇച്ചിരി സമയം തരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. അത് എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. അപ്പൊ 3 വാക്കുകളൊക്കെ നമുക്ക് 2 വാക്ക് പിന്നീട് അഡീഷണലി കേട്ടിയതാണ്. ഏത് പ്രകാരം? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാവുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റിയാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ, പ്രതിപക്ഷം വരത്തില്ല, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. അടുത്തത്, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്? ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പോണം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ആണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരളയ്ക്കകത്താണ് ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിൽ പൂരകമാണെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താർകുണ്ഡെ കമ്മിറ്റി, നമ്മൾ മുമ്പേ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി കണ്ടായിരുന്നു. ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി, അങ്ങനെ കുറച്ച് കമ്മിറ്റിയുടെ കാര്യങ്ങൾ സുപ്രധാന പ്രശ്നമാണ് പഠന വിധേയം ആക്കിയത്. ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏത്? താർകുണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി. ഏതായിരിക്കും? അപ്പൊ ആ അറിയാത്ത 2 പോയിന്റൂടെ നോട്ട് ചെയ്ത് അതിന്റെ കൂടെ വെക്കണം. ഏത് ആൻസർ വരുന്നത്? എലക്ഷൻ പരിഷ്കാരം. നമ്മൾ മുമ്പേ വേറൊരു ക്വസ്റ്റിനകത്ത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി മാത്രമായിട്ട് കണ്ടില്ലയോ? അപ്പൊ അതിനോടൊപ്പം എന്തുകൂടെ ഇനി ആഡ് ചെയ്ത് വെക്കണം? ഇലക്ഷൻ പരിഷ്കാരങ്ങൾക്കകത്ത് താർകുണ്ഡെ കമ്മിറ്റിയും ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയും ഓർത്തു വെച്ചിരിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ മറന്നു പോകും ഇതെല്ലാം. അടുത്തത് റിട്ടുമായി ബന്ധപ്പെട്ടാണ്. കുറെ പ്രാവശ്യം റിട്ട് റിപ്പീറ്റഡ് ആണ് 2025. മാൻഡമസ് റിട്ട്. എന്താണ്? മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് എതിരായി മാൻഡമസ് പുറപ്പെടുവിക്കും. പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. ഏതാണ് ശരി? പൊതു കടമ നിർവഹിക്കാൻ മാൻഡമസ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരും? 1ഉം 2ഉം 4ഉം. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ ഒന്നും മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അപ്പം കൽപ്പന എന്നതാണ് പറയുന്നത്. മാൻഡമസ് അതായത് ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിക്കുന്ന അധികാരികളുടെ പ്രവൃത്തി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മാൻഡമസിനകത്ത് ഡി അല്ലേ ഇമ്പോർട്ടൻസ്? ഡി ഫോർ ഡ്യൂട്ടി എന്ന് ഓർത്ത് വെച്ചേക്കണം. മാൻഡമസ് കമാൻഡ്. ഇനി സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റത്തില്ല. പൊതുകടമ, പബ്ലിക് റിലേറ്റ് ചെയ്ത് പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോടാണ് ഇത് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയും കൃത്യമായിട്ട് നമുക്ക് ചോദിക്കും. അത് ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും
ചില 10th ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ഡിഗ്രി ലെവലിന്റെ സ്റ്റാൻഡേർഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. മുകളിൽ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഏതാണ്? ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനും ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 47-ൽ ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കപ്പെട്ടു. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന 3ഉം 4ഉം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലല്ല ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം നെഹ്റു അംബേദ്കറും കൂടിയിട്ട് അവതരിപ്പിച്ചില്ല. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. തെറ്റ്. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ സമിതിയിൽ പാസ്സാക്കപ്പെട്ടത് 47. അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. 21. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെയാണ്? ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. യൂണിയൻ, ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമ്മുടെ ഈ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണം. 1, 2, 4. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പവേഴ്സ് കമ്മിറ്റി നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേലാണോ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. ആ 3 പോയിന്റെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ബാക്കിയുള്ള 8 കമ്മിറ്റികൾക്കകത്തെയും ചെയർമാൻമാരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇത് 10th ലെവൽസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? പാർട്ട് 2-ൽ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 55-ലെ പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. ഇതിനകത്ത് ആൻസർ ഏതാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഇനിയും 55-ലെ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. രജിസ്ട്രേഷൻ വഴി എത്ര രീതിയിലാണ് നമുക്ക് പൗരത്വം നേടാൻ പറ്റുന്നത്? 5 രീതിയിൽ പൗരത്വം നേടാം. അപ്പൊ ഇവിടെ എന്താണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്? 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. 3 രീതിയിൽ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാം. 5 രീതിയിൽ നമ്മൾക്ക് നേടാം. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ വഴിയിട്ടോ 1 രീതിയിൽ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? ഏതെങ്കിലും ഒരു മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ സംരക്ഷണത്തിനോ പ്രചാരണത്തിനോ ചിലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല. 27. 32-ാം വകുപ്പിനെ നെഹ്റു ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശവുമായി യാതൊരുവിധ ബന്ധവും ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യന് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. 24-ാമത്തെ ക്വസ്റ്റ്യന് 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്.
ലോക്സഭയുടെ കാലാവധി നീട്ടി. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല. അടിപൊളി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 1ഉം 2ഉമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്, 3ഉം 4ഉം തെറ്റാണ്. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നുണ്ട്. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന എത്ര വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. 1ഉം 2ഉമാണ് ഇവിടുത്തെ ശരിയായിട്ട് വരുന്നത്. അതായത് മൗലിക കടമകളെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആണ്. ലോക്സഭയുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. 5ൽ നിന്ന് 6 വർഷമായിട്ട് നീട്ടിയിട്ടുണ്ട് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. താങ്ക്